ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കൾ നല്ല മനോഹരമായി പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും ചില ചെടികൾക്ക് ചില വണ്ടുകളും പുഴുക്കളൊക്കെ വന്ന് കടിച്ച് പൂക്കളൊക്കെ അല്പം കുറവുണ്ട്. എങ്കിലും നല്ല ചൂട് ക്ലൈമറ്റാണ്. ഈ ക്ലൈമറ്റിൽ നമുക്ക് വേണ്ടമണ്ണുള്ള പരിചരണം വന്നു നിന്ന് കൊടുക്കുവാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഇപ്പോൾ കേരളം നമുക്ക് നോക്കുമ്പോൾ നല്ല ചൂടിനാൽ വെന്തുരുകുന്ന അവസ്ഥയാണ്. എങ്കിലും നമ്മുടെ ചെടികളൊക്കെ നല്ല മനോഹരമായിരിക്കുന്നുണ്ട്. നല്ല നല്ല പൂക്കളാണ് കാണാൻ. നല്ല മനോഹരമായ പൂക്കൾ ഇതിനിടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെടികളിൽ നിന്നുള്ള നല്ല മിനിയേച്ചറായിട്ടൊക്കെ പൂക്കുന്ന ചെടികളാണ്. ഇതാ കണ്ടോ, എത്ര സ്പൈക്ക് തന്നെ ഉണ്ട് ഒരു ചെടിയിൽ. ഈ ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് അധികം തൈകളൊന്നുമില്ല. കണ്ടോ, കുറച്ച് തൈകളേ ഉള്ളൂ. പക്ഷേ നല്ല മിനിയേച്ചറായിട്ട് നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ വണ്ട് ചില പുഴുക്കളൊക്കെ വന്ന് കടിച്ച് ചില ചെടികളൊക്കെ നമുക്ക് പൂക്കൾ നഷ്ടമായിട്ടുണ്ട്. നഷ്ടമായാലും ഇപ്പോൾ ഒത്തിരി ചെടികളിൽ മുട്ടൊക്കെ വരുന്നുണ്ട്. ഈ ചെടി കണ്ടോ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തൈകളില്ല, ഒന്ന് രണ്ട് തൈകളേ ഉള്ളൂ. പക്ഷേ കണ്ടോ പൂക്കൾ. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഹൈബ്രിഡ് വെറൈറ്റികളിലൊന്നും നമുക്ക് അധികം തൈകൾ വരേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് പൂക്കൾ നിറഞ്ഞു പൂക്കൾ വരുന്ന ടൈപ്പാണ്. ഈ കാണുന്ന പ്ലാന്റുകളെന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്ന ഐസ് ബ്ലൂവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെറൈറ്റികളിൽ പെട്ടതാണ്. ഇത് കണ്ടോ, നല്ല രസമാണ് കളറ്. നല്ല ഒരു ഡാർക്ക് കളറാണ്. അകത്ത് വന്നിട്ട് ഒരു വൈറ്റ് വരുന്നുണ്ട്. നല്ല ഒത്തിരി പൂക്കളാണ്. അതുകൊണ്ടോ, ഒത്തിരി സ്പൈക്കാണ്. നിറഞ്ഞ പൂക്കൾ നിന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ വണ്ട് വന്ന് കടിച്ച് പൂക്കളൊക്കെ കുറേയൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിലും നല്ല നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. ഇതൊക്കെ ഐസ് ബ്ലൂവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒറിജിനൽ ഐസ് ബ്ലൂ എന്ന് പറയുന്ന ചെടി ഇതാണ്. അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയുണ്ടോ, ഇതാണ്. പക്ഷേ ഇത് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് ഒറിജിനൽ ഐസ് ബ്ലൂ എന്ന് പറയുന്നത്. ഇതേ ടൈപ്പിൽപ്പെട്ടതിൽ തന്നെ അല്പ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്, ഫ്ലവറാണ് ഇത്. അതാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഐസ് ബ്ലൂ എന്നാണ് പറയുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഒറിജിനൽ ഐസ് ബ്ലൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലവർ കണ്ടോ, 4 സൈഡിലും ഒരു സ്പൈക്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കൊലയായിട്ട് പൂ നിൽപ്പുണ്ട്. നിറച്ച് പൂ വരുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ്. പക്ഷേ ഇത് അല്പം ഹൈ റേറ്റ് വരുന്ന ചെടിയാണ് ഈ ഒറിജിനൽ ഐസ് ബ്ലൂ എന്ന് പറയുന്നത്. ഈ ചെടി എന്ന് പറയുന്നത് പർപ്പിൾ പൊങ്കാസം. നമ്മുടെ സാധാരണ നാടൻ വയലറ്റ് കളറല്ല. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നല്ല ഒരു വെൽവെറ്റ് പോലെയാണ്. നല്ല ഡാർക്ക് കളറാണ്. അതും നിറച്ച് പൂ വരുന്ന ടൈപ്പാണ്. നമ്മുടെ നാടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈകൾ ഒത്തിരി വരണം, എന്ന് കഴിഞ്ഞാലേ പൂ വരത്തുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതാണ്ടോ, 2-3 തൈ പക്ഷേ മൊട്ട് വരുന്നുണ്ട്. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഇതളൊക്കെ ഇച്ചിരി കട്ടി കൂടിയതാണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണിത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാടൻ മഞ്ഞയെന്ന് പറയത്തില്ലേ, അതാണ് ഈ പൂ. നാടൻ മഞ്ഞ എന്ന് പറയുന്നത്. പക്ഷെ മഞ്ഞ നല്ല ഭംഗിയാണ്. ഇത് വേറൊരു ഐറ്റം മഞ്ഞയാണ്. ഇതിൻ്റെ തണ്ടൊക്കെ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ പല ടൈപ്പ് യെല്ലോ കാണാൻ ഗ്രൗണ്ട് ഓർക്കിഡിൽ ഏറ്റവും ഭംഗിയുള്ള ചെടി എന്ന് പറയുന്നത് യെല്ലോയാണ്. ഈ യെല്ലോ തന്നെ പല വെറൈറ്റി ഉണ്ട്. നമ്മുടെ തന്നെ ഒരു 19ഓളം വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇപ്പം എല്ലാത്തിലും പൂവില്ല. ഇപ്പം അല്പം ഫ്ലവർ കുറവുള്ള ടൈമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പുഴുക്കളൊക്കെ വന്ന് ഇടയ്ക്കൊക്കെ വന്ന് കടിച്ച് ശരിയാക്കിയത് കൊണ്ട് നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ ഫ്ലവർ എടുക്കാനായിട്ടില്ല. ഈ ചെടിയെന്ന് പറയുന്ന ഇത് നല്ലൊരു വെറൈറ്റി ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ ചെടികളും നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് നല്ലൊരു ഡാർക്ക് റെഡ് പോലെ വരുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി ചെടിയാണ്. ഇതൊക്കെ എല്ലാം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഓരോ തരത്തിൽപ്പെട്ട ഓരോ വ്യത്യസ്തമായ ചെടികളാണ്. ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡുകൾ. പുതിയ പുതിയ വെറൈറ്റി ചെടികളൊക്കെ നമുക്കിപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഫ്ലവർ നമുക്ക് വിരിയുമ്പോഴും നമുക്ക് തന്നെ അതിശയം തോന്നുന്ന ടൈപ്പിൽ പെട്ട ചെടികളാണ്. നല്ല ഭംഗിയാണ്. നല്ല ഡോട്ട് അകത്ത് നല്ല ഈ ചെടിയുണ്ടോ, എന്ത് ഭംഗിയാണ്. ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പാണ്. ഇതൊന്നും അധികം തൈയൊന്നും വരണ്ട, അതിന് മുമ്പ് തന്നെ പൂ വരും.
2-3 തൈകളിൽ തന്നെ നമുക്ക് പൂ വരുന്നതാണ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അകത്ത് യെല്ലോ വരുന്നുണ്ട്, ബോർഡറിൽ ഡാർക്ക് കളർ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റി ചെടികളാണ്. അതുപോലെ ഈ യെല്ലോയും, ഇത് വേറൊരു യെല്ലോ ടൈപ്പാണ്. ഇതുപോലെ വ്യത്യസ്തമായ കളർ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി ചെടിയാണ് ഇതൊക്കെ. നല്ല ഭംഗിയല്ലേ കാണാനും. നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന മാത്രമല്ല, വീഡിയോസിൽ കാണുന്നതിനേക്കാളും നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കളറാണ്. ഇതൊക്കെ ഈ ഇത്രയും വെയിലത്തും നിൽക്കുന്ന ചെടികളാണ്. ഞാൻ ഇട്ടേക്കുന്ന നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കട്ടിയുള്ള നെറ്റല്ല, ചെറിയ നോക്കി ചെറിയൊരു ഗ്രീൻ നെറ്റാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു മരങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ഡയറക്റ്റായിട്ട് നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ്. ഒരു മരങ്ങളോ ഒന്നുമില്ല, പക്ഷെ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ്. ഇതിലും നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. ഇത്രയും നല്ല ചെടികളാണ്. ഈ ചെടികളൊക്കെ നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ചെടികളാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് ചെടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വന്ന് വേണമെങ്കിൽ വാങ്ങാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. എപ്പോഴും നമുക്ക് വെച്ച് കഴിഞ്ഞാലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ DTDCയോ സ്പീഡ് പോസ്റ്റോ വഴി നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.